ഇന്ന് കാരയ്ക്ക അഥവാ ഇന്ദ്രാക്ഷം മരം സ്പോട്ട് ചെയ്തത് ആലുവയുടെ അടുത്തുള്ള ഒരു ഫെറി റോഡിലാണ്. സോ അതൊരു ഏകദേശം 1 മാസം മുന്നേ എൻ്റെ യൂട്യൂബ് ഫോളോവറായ മിസ്റ്റർ രാജേഷ് തോട്ടശ്ശേരിയാണത് പറഞ്ഞു തന്നത്. അദ്ദേഹം ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ രുദ്രാക്ഷ മരങ്ങളും ഇന്ദ്രാക്ഷവും ഭദ്രാക്ഷവും എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇന്ദ്രാക്ഷം ഞാൻ ഓൾറെഡി സ്പോട്ട് ചെയ്തിരിക്കുന്നത് ശ്രീലങ്ക ഇന്ദ്രാക്ഷി ടെമ്പിളിൻ്റെ മുറ്റത്താണ്. അതിനുശേഷം രാജേഷ് തോട്ടശ്ശേരി പറഞ്ഞതനുസരിച്ച് ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ മുറ്റത്ത് രുദ്രാക്ഷം എന്ന പേരിൽ വെച്ചിട്ടുണ്ട്. ഇന്ദ്രാക്ഷമാണ് കാരയ്ക്ക. പിന്നെ നമ്മുടെ ഇടക്കൊച്ചി അയ്യപ്പ ക്ഷേത്രത്തിലും ഈ മരം സ്പോട്ട് ചെയ്യാൻ സാധിച്ചു. സോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരമാണ്. കായകളെല്ലാം പഴുത്ത് നിൽക്കുന്നുണ്ട്. സോ ഞാൻ നിലത്ത് നോക്കിയപ്പോൾ എനിക്കൊരു 2-3 എണ്ണം കിട്ടി. ഞാനതെന്തായാലും ക്ലീൻ ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. സോ ഇന്ദ്രാക്ഷം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ അതിൽ ഓം സിമ്പിൾ, ശിവലിംഗം, പിന്നെ നമ്മുടെ തൃശ്ശൂലം എല്ലാം സ്പോട്ട് ചെയ്യാൻ സാധിച്ചു. എലിയോസ്കാർപ്പസിൻ്റെ എല്ലാ ബീഡ്സിലും ശിവ സിമ്പിൾസിനും കാണാൻ സാധിക്കും. രുദ്രാക്ഷമായാലും ഭദ്രാക്ഷമായാലും ഇന്ദ്രാക്ഷമായാലും. സോ നിങ്ങളിനി എവിടെയെങ്കിലും ഇന്ദ്രാക്ഷം സ്പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.